കുതിരക്കാട്ടം കൊണ്ട് പൊറുതിമുട്ടിയ നാട്, ഗ്രേറ്റ് ഹോഴ്സ് മന്യൂർ ക്രൈസിസ് ഓഫ് 1894. കുറച്ച് അപ്പിക്കഥകളും അപ്പിക്കണക്കുകളും ഒക്കെ വരും കേട്ടോ. 1800 കാലങ്ങളിൽ ന്യൂയോർക്കും ലണ്ടനും പാരീസും പോലത്തെ പ്രധാനപ്പെട്ട നഗരങ്ങൾ അഭിമുഖീകരിച്ച ഏറ്റവും വലിയ പ്രശ്നങ്ങളൊന്നായിരുന്നു ഈ കുതിരക്കാട്ടമായിരുന്നു കേട്ടോ. ലണ്ടൻ ടൈംസ് 1894 പറഞ്ഞു, 50 വർഷം കൊണ്ട് ലണ്ടനിലെ പ്രധാനപ്പെട്ട നഗരമൊക്കെ 9 അടി പൊക്കത്തിൽ കുതിരക്കാട്ടം കൊണ്ട് നിറയുമെന്നാണ്. അക്കാലങ്ങളിൽ, അതായത് 1900 നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഏകദേശം 11,000 നമ്മുടെ കുതിരവണ്ടികളും 1000-ൽ പരം കുതിരകൾ വലിക്കുന്ന ബസ്സുകളും ഒക്കെ ഉണ്ടായിരുന്നു ലണ്ടനിൽ. മൊത്തത്തിൽ നോക്കിയാൽ ഒരു ദിവസം ലണ്ടൻ ഒന്ന് ഫംഗ്ഷൻ ആകണമെങ്കിൽ ഏകദേശം 50,000-ഓളം കുതിരകളുടെ ആവശ്യമുണ്ടായിരുന്നു. ഈ പ്രശ്നത്തിന് ഗൗരവം നോക്കുകയാണെങ്കിലുണ്ടല്ലോ, ഒരു ദിവസം ഒരു കുതിര 6 തൊട്ട് 15 കിലോയ്ക്കകത്ത് അപ്പിയിടും. കൂടാതെ മുഴുവൻ ഈച്ചകളും ടൈഫോയിഡ് പോലത്തെ അസുഖങ്ങളും ഒക്കെ പിടിപെട്ടിരുന്നു. കൂടാതെ ഒരു കുതിര 1 ലിറ്ററോളം മൂത്രവും ഒഴിക്കും ഒരു ദിവസം. പ്രശ്നത്തിന്റെ ഗൗരവം നോക്കുകയാണെങ്കിൽ 50,000 കുതിര ഒരു ദിവസം 10 കിലോ അപ്പി വെച്ചിട്ടാൽ കണക്കൊന്ന് നോക്കിയേ. അതുപോലെ തന്നെ 50,000 ലിറ്ററോളം മൂത്രവുമാണ് ഈ കുതിരകൾ ഒഴിക്കുന്നത്. അപ്പോൾ നമ്മൾ ആലോചിക്കും, സാനിറ്റേഷൻ ഡിപ്പാർട്ട്മെന്റ് ഒന്നും ഇല്ല. ഉണ്ട്, അവരും ഉണ്ടായിരുന്നു. അവരാണ് ഈ ടൗണും കാര്യങ്ങളും റോഡുകളും എല്ലാം ക്ലീൻ ചെയ്യും. അതുപോലെ തന്നെ സ്പെഷ്യൽ കുതിരകൾ ഉണ്ടായിരുന്നു. ഇവിടെ നിന്നൊക്കെ ഈ അപ്പികൾ കളക്ട് ചെയ്ത് നഗരത്തിന്റെ പുറത്ത് കൊണ്ട് നമ്മുടെ ഫാമേഴ്സ് ഇല്ലേ, അവർക്ക് കൊടുക്കും. അവരത് കൃഷിക്ക് ഉപയോഗിക്കും, അല്ലെങ്കിൽ ഉണങ്ങി അത് കത്തിക്കാനൊക്കെ ഉപയോഗിക്കും. അങ്ങനെ കുറേ പരിപാടികളൊക്കെ അവിടെ നടന്നിട്ടുണ്ട്. കൂടാതെ ഈ കുതിരയൊക്കെ വേറൊരു പ്രശ്നം കൂടെ ഉണ്ടായിരുന്നു. ഈ കുതിരയ്ക്കൊക്കെ ആയുസ് വളരെ കുറവായിരുന്നു. ഇത് അവിടെ ഇവിടെയൊക്കെ വീണ് കിടന്ന് ചത്തുപോകും. ചിലപ്പോൾ എടുത്തുകൊണ്ട് പോകാൻ ആളില്ലാതെ അവിടെ കിടന്ന് ചീഞ്ഞു പോകുന്ന അവസ്ഥയും കൂടെ ഉണ്ടായിരുന്നു. പിന്നെ അറിയാമല്ലോ, പണ്ടത്തെ ഫോട്ടോസും വീഡിയോസും ഒക്കെ നോക്കുമ്പോൾ യുവമാരുടെ ഡ്രസ്സൊക്കെ വളരെ നീളമുള്ള ഡ്രസ്സുകളാണ്. ഈ ഡ്രസ്സൊക്കെ ഇട്ട് നടക്കുമ്പോൾ ഈ അപ്പികളിൽ കൂടി ഈ ഡ്രസ്സൊക്കെ വരാനുള്ള ചാൻസും ഒക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ നമ്മൾ എവിടെയും കാണുന്നില്ല. എല്ലാം ക്ലീൻ ആൻഡ് ബ്യൂട്ടിഫുൾ കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഇന്നും എപ്പോഴും അപ്പോഴും എല്ലാം കാണുന്നത്. ഇതിൻ്റെ അപ്പുറമായിരുന്നു ന്യൂയോർക്ക്. ന്യൂയോർക്ക് ഒരു ദിവസം ഫംഗ്ഷൻ ചെയ്യണമെങ്കിൽ 1 ലക്ഷം തൊട്ട് 1.5 ലക്ഷത്തോളം കുതിരകളുടെ ആവശ്യമുണ്ടായിരുന്നു. ഒരു ദിവസം 10 ലക്ഷത്തോളം കുതിരക്കാട്ടമാണ് ന്യൂയോർക്ക് സ്വീകരിച്ചുകൊണ്ടിരുന്നത്. 1898 ഇന്റർനാഷണൽ അർബൻ പ്ലാനിംഗ് കോൺഫറൻസ് ഈ പ്രശ്നം എടുത്തിട്ടു. ഒന്നും നടന്നില്ല. നെസസിറ്റി ഈസ് ദ മദർ ഓഫ് ഇൻവെൻഷൻ എന്ന് പറയുന്ന പോലെ തന്നെ അങ്ങനെ കാലങ്ങൾ കഴിഞ്ഞു പോയപ്പോഴേക്കും ഇലക്ട്രിക് ട്രാംസും മോട്ടോർ ബസ്സസും ഒക്കെ വന്നു. 1912 ആയപ്പോഴേക്കും ഹോഴ്സസിനെയൊക്കെ റീപ്ലേസ് ചെയ്ത് നമുക്ക് മോട്ടോർ വാഹനങ്ങളൊക്കെ വരാൻ തുടങ്ങി. അപ്പോൾ നമ്മൾ ആലോചിക്കും, 1886 നമ്മളെ മെഴ്സിഡസ് ബെൻസ് പേറ്റന്റ് മോട്ടോർ വാഹനം കണ്ടുപിടിച്ചു. പക്ഷെ അതൊക്കെ സ്വപ്നങ്ങളിൽ മാത്രമാണ്. സാധാരണക്കാരനൊന്നും നോക്കാൻ പോലും പറ്റുകയില്ല. ഇതിനൊക്കെ തുടക്കം കുറിച്ച് ആരാണെന്ന് അറിയാമോ? ഹെൻറി ഫോർഡ് ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ ഫോർഡ് മോഡൽ ടി എന്ന വാഹനമാണ് ഈ കുതിരവണ്ടികളെല്ലാം മാറ്റി മോട്ടോർ വെഹിക്കിളിലോട്ട് കൂടുതൽ കൺവേർട്ട് ചെയ്തത്. ഫോർഡ് മോഡൽ ടി 1908 തൊട്ട് 1910 വരെയുള്ള കാലങ്ങളിലാണ് ഈ വിപ്ലവം നടന്നത്.